ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില എണ്ണ കമ്പനികൾ 200 രൂപ കുറച്ചു. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും വിലയിരുത്തി. മഴക്കെടുതിയിൽ 6 മരണങ്ങൾ സ്ഥിരീകരിക്കുകയും 6 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിക്കുന്ന 65 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1465 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ പെയ്ത മലയോര മേഖലകളിൽ ജാഗ്രത തുടരാനും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. PSC ഇന്ന് നടത്തിയ 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22 വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4, 5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു. ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി K മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പമ്പ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 16ാമത് വാർഷികാഘോഷത്തിന്റെയും SPC തൂഫാൻ വാരാചരണത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. പേരൂർക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ രാവിലെ നടക്കുന്ന SPC കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡിന്റെ അഭിവാദ്യം മന്ത്രി സ്വീകരിക്കും. പാലാ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ മാസം 19 നടക്കും. UDF നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം LDF അവിശ്വാസത്തെ തുടർന്ന് പുറത്തായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളിലൊന്നായ കോമൺ സർവീസ് സെന്ററുകളുടെ 17ാമത് സംസ്ഥാനതല ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അസിസ്റ്റഡ് ഡിജിറ്റൽ സേവന ശൃംഖലയാണ് കോമൺ സർവീസ് സെന്ററുകൾ. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 4 ദിവസമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ദക്ഷിണമേഖല ദേശീയ ശില്പശാല സമാപിച്ചു. കേരളത്തിൽ കുടുംബശ്രീ CDSകൾ ഉൾപ്പെടെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകളുടെയും പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള പുതിയ കർമ്മപദ്ധതികൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 2 ദിവസം നീണ്ടുനിൽക്കുന്ന കേന്ദ്ര പ്രവർത്തക സമിതി യോഗം എറണാകുളം ആലുവയിൽ ആരംഭിച്ചു. ABVP ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ രഘുരാജ് കിഷോർ തിവാരി, ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി, ദേശീയ സംഘടനാ സെക്രട്ടറി ആശിഷ് ചൌഹാൻ എന്നിവർ ചേർന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരനും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന തോട്ടം രാജശേഖരൻ അന്തരിച്ചു. മാധ്യമപ്രവർത്തകൻ, പ്രഭാഷകൻ, സാംസ്കാരിക സംഘാടകൻ എന്നീ നിലകളിൽ 5.5 പതിറ്റാണ്ടിലേറെയായി സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മുലയൂട്ടൽ ബോധവൽക്കരണ സ്റ്റാൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. 100 ആഴ്ച നീണ്ടുനിൽക്കുന്ന ജൻ ഭാഗിദാരി പ്രചാരണ പരിപാടിയും നാളെ ആരംഭിക്കും. 12ാമത് ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.